ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിടെയും മഴയുണ്ട്, ഇവിടെയും മഴയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയ കത്തിരിക്ക ഉപ്പേരിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെങ്ങനത്തെ കത്തിരിക്ക, കുഞ്ഞു കത്തിരിക്കയാണ്. അങ്ങനത്തെ ചെറിയ കത്തിരിക്ക നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്യാസ് കത്തിക്കുക. ഇത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് വെച്ച ശേഷം അത് ചൂടായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം അത് ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇതൊക്കെ ഒന്ന് ഇടണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഒരു 4 വെളുത്തുള്ളിയാണ് ചതച്ചത്. അതിലേക്ക് ഇടാം. ഒരു സവാള അരിഞ്ഞത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് ആകും. കത്തിരിക്ക ഉണ്ടെങ്കിലും ഒരു ഉള്ളി നമുക്ക് ചുരുങ്ങിയ സാധനങ്ങളെ വേണ്ടു. വെളുത്തുള്ളി, ഉള്ളി, മുളക് ഇതൊക്കെ തന്നെ വേണ്ട ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു ഇതുണ്ട്, മെസ്സേജ് ഉണ്ട്. നമുക്ക് 88 സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത. നമുക്കിപ്പോൾ 50 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ് നമുക്ക് ഇത്രയും നേടിയെടുക്കാൻ സാധിച്ചത്. 100K സെലിബ്രേഷൻ ഉടൻ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമുക്ക് എത്ര കത്തിരിക്ക ഉണ്ടോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂൺ ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കത്തിരിക്കയും 1 ഉരുളക്കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഇത് അതിലേക്ക് ഒന്ന് ഇടാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. കുട്ടികളൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. താത്തി വെച്ചിട്ടൊന്ന് താത്തി വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പിടാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പിടുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നല്ല കത്തിരിക്ക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേകാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അങ്ങനെ വഴുതനങ്ങ പുറത്ത് നോക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പരിപ്പ് കറിയോ മോരോ അങ്ങനെയൊക്കെ ഒഴിച്ച് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്.
ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നേടാൻ വേണ്ടി ഇനിയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഹായ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബർ നമുക്ക് ആവശ്യമാണ്. അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.